ഹായ് ഫ്രണ്ട്സ്, ഷിംജിത്താണ്. ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ ലക്കിടിയിലാണ്. ശാസ്ത്രീയ നൃത്തരൂപങ്ങൾ മാത്രം അരങ്ങുമാടിരുന്ന ഒരു കാലഘട്ടത്തിൽ ലളിതവും അത്യധികം രസകരവുമായ ഒരു കലാരൂപത്തിലേക്ക് ആത്യന്തികമായി ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ ഒരു നവോത്ഥാനത്തിന് കേരളം സാക്ഷ്യം വഹിച്ചിരുന്നു. ഇതിന് കാരണക്കാരനായതോ ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ ലക്കിടിയിൽ നിന്നുള്ള കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ എന്ന മനുഷ്യനും അദ്ദേഹത്തിന്റെ സംഭാവനയായ തുള്ളൽ എന്ന കലാരൂപവും. കേരളത്തിലെ ഈ ജനപ്രിയ കലാരൂപം ഇന്ന് അതിന്റെ പ്രകടന ശൈലിയാൽ വളരെയധികം ആസ്വദിക്കപ്പെടുന്നു. അവതരണത്തിലും ലളിതവും ഗ്രഹിക്കാൻ എളുപ്പവുമാണ് തുള്ളൽ. കൂടാതെ പ്രകടനത്തിനായി എടുക്കുന്ന എല്ലാ കഥകൾക്കും സമകാലിക പ്രസക്തിയുള്ളതിനാൽ അത് സാധാരണക്കാരനെ ആസ്വാദ്യകരമായി മാറുന്നു. കുഞ്ചൻ നമ്പ്യാരുള്ള ആദരസൂചകമായി ലക്കിടിയിലെ കിള്ളിക്കുറിശി മംഗലത്തുള്ള അദ്ദേഹത്തിന്റെ തറവാട്ട് വീട് 1976 സ്മാരകമാക്കി മാറ്റി. ഇന്ന് ഇത് തുള്ളലിന്റെ വിവിധ രൂപങ്ങൾക്കുള്ള പരിശീലന കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഇവിടെ ഓട്ടൻ, ശീതങ്കൻ, പറയൻ മുതലായ തുള്ളൽ കലാരൂപങ്ങൾ പരിശീലിപ്പിക്കുന്നു. 1976 സ്ഥാപിതമായ ഈ കേന്ദ്രം കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു. തുള്ളൽ പരിശീലനത്തിന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കേന്ദ്രത്തിൽ 3 വർഷത്തെ കോഴ്സിന് ചേരാം. തുള്ളൽ പരിശീലനത്തിന് പുറമെ സംസ്കൃതത്തിലും മൃദംഗത്തിലും പ്രാവീണ്യം നേടുന്നതിന് കേന്ദ്രം കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഒരു ലൈബ്രറിയും സാംസ്കാരിക സാഹിത്യ പരിപാടികൾ നടത്തുന്നതിനുള്ള ഒരു ഓഡിറ്റോറിയവും ഇവിടെയുണ്ട്. എല്ലാ വർഷവും മെയ് 5 കുഞ്ചൻ ദിനം ആഘോഷിക്കപ്പെടുന്നു. അതിനായി കേന്ദ്രം പ്രത്യേക പരിപാടികൾ നടത്താറുണ്ട്. ഇവിടെ നിന്നുള്ള കലാകാരന്മാർ സംസ്ഥാനത്തിനകത്തും പുറത്തും നിരവധി പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. കല, സംസ്കാരം, സാഹിത്യം എന്നിവയിൽ താല്പര്യമുള്ളവർക്കും വിദേശത്തു നിന്നുള്ള സന്ദർശകരും ഇവിടെ സന്ദർശിക്കാറുണ്ട്. ഇവിടെ വരെ എത്തിപ്പെട്ടെങ്കിലും അകത്തുകയറി കാഴ്ചകൾ കാണാൻ കഴിഞ്ഞില്ല. കാരണം ഞങ്ങൾ എത്തിയത് ഒരു ഞായറാഴ്ചയായിരുന്നു. ഒരു ഗവൺമെന്റ് സ്ഥാപനമായതിനാലും ഒരു ടൂറിസം സ്പോട്ടായി അവർ ഇതിനെ കണക്കാക്കാത്തതിനാലും ഇത് ഞായറാഴ്ചകളിലും ഔദ്യോഗിക ഒഴിവു ദിവസങ്ങളിലും തുറക്കാറില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ.